പോലീസ് എന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നെയും പീഡിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ വയറെ പിടിക്കുകയും പൂക്കളെ ഇങ്ങനെ മാറ്റി വയ്ക്കുകയും ഇവിടെ ബ്രസ്റ്റേ തൊടുകയും ഒക്കെ ചെയ്ത പുള്ളി ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ, എന്തിനാ ഫോട്ടോഗ്രാഫർ, ഞാൻ പോരെ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരു ഫോട്ടോ. എൻ്റെ 2 മക്കളാണ് സത്യം. ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്. വെയിറ്റർ കാണണ്ട എൻ്റെ റൂമിൽ ഒരു പെണ്ണുള്ള കാര്യം. അതുകൊണ്ട് മിനിമം ബാത്റൂമിലോട്ട് കയറി നിൽക്കണം. എന്നെ പീഡിപ്പിച്ചതിനേക്കാളും എനിക്ക് സങ്കടം വന്നത് ആ മൈനർ 3 ഗേൾസിനെ. ഞാൻ അവിടെ പ്രതികരിച്ചാൽ ഒരു പക്ഷേ എന്നെ അപ്പം തട്ടുകളെ ആ ഹോട്ടലിൽ തന്നെ എന്നെ കുഴിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇരയെ അറസ്റ്റ് ചെയ്യുമോ? ഇതെന്താ, ഇതെവിടുത്തെ നിയമമാണ്? മുഖ്യമന്ത്രിയാണ് നമുക്ക് ധൈര്യം തന്നെ. ആ ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ വന്ന് സത്യം പറയുന്നു. പിന്നെ ഇങ്ങനെ നല്ല ഉറക്കം വരുന്ന പോലെ നല്ലതായിട്ട് ഉറക്കം വരുന്നു. ഇപ്പോൾ പുള്ളി എന്നെ പിടിച്ച് അവിടെ കിടത്തി. അപ്പോൾ ആദ്യം മയങ്ങി കിടക്കുമ്പോൾ നമ്മൾ ആർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ എന്നാ പൊട്ടത്തരോട് ഈ പറയുന്നത്? ഇത്രയും വലിയൊരു ഡയറക്ടർ തന്നെ വിളിക്കുമ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നിരുന്നോ? ആ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പം ഇദ്ദേഹം ഉത്തേജക മരുന്ന്, ഇദ്ദേഹം ആ ഒരു പൊസിഷനിലാണ്. ഇദ്ദേഹം ഒരു ഡേഞ്ചർ പൊസിഷനിൽ കിടക്കുക. ഇദ്ദേഹത്തിന് വയ്യാണ്ടായി, ഓവർ ഡോസ് ആയതുകൊണ്ട്. സിനിമാ ഫീൽഡിലെ പരസ്യമായ രഹസ്യമാണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം ആരാ മോനെന്ന് എല്ലാവർക്കും അറിയാം. മിനു പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മീഡിയയെ വിളിച്ച് മീഡിയയുടെ മുമ്പ് വെച്ച് അല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ആ മിനുവിനെ, അല്ലേ? എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല? മാതാപിതാക്കൾ കൈവിട്ടാലും പോലീസുകാരെ നമ്മളെ കൈവിടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ നടനായ ബാലചന്ദ്ര മേനോൻ അടക്കം ഒരുപിടി താരങ്ങൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ആളാണ് മിനു മുനീർ. എന്നാൽ ബാലചന്ദ്ര മേനോൻ താങ്കൾക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. അതായത് മിനു പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ്, തന്നെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു ആ കേസ് കൊടുത്തത്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്താണ് യാഥാർത്ഥ്യം? പോലീസ് അറസ്റ്റ് ചെയ്തോ? പോലീസ് എന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ കേസാണ്. ഞാൻ ആദ്യമേ കേസ് കൊടുത്തത്, ശ്രദ്ധിച്ച് കേൾക്കണേ, 7 പേർക്കെതിരെയാണ് ഞാൻ ആദ്യം കേസ് കൊടുത്തത്. അപ്പം അന്ന് ഞാൻ പെട്ടെന്നൊരു രാത്രിക്കെങ്ങാണ്ടാണ് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് മുകേഷ്, ഇടവേളബാബു, ജയസൂര്യ അങ്ങനെ എല്ലാം അടങ്ങിയിട്ടത്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ SIT-കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യം ഓർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൂങ്കുഴലി മാഡത്തോട് പറഞ്ഞു, മാഡം എനിക്ക് ബാലേന്ദ്ര മേനോൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താ പറയുന്നറിയാം, ഈ 7 കേസ് ഒന്ന് എഴുതിയെടുത്തിട്ട് FIR ഇട്ടതിന് ശേഷം ബാലചന്ദ്ര മേനോൻ്റെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അവരെന്നെ അവിടെ ഇവിടെ എല്ലാം മഹസറിനൊക്കെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ. ഐ വാസ് സോ ബിസി ആ ടൈമിൽ. അപ്പോൾ അതാണ് ഇച്ചിരി താമസിച്ചത് ബാലചന്ദ്ര മേനോൻ്റെ. പക്ഷേ ഞാൻ അത് ഇൻഫോം ചെയ്തിരുന്നു പൂങ്കുഴലി മാഡത്തിനെ. ഓക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് മൊത്തം ഇട്ടില്ല. എന്നാൽ ഫേസ്ബുക്കിൽ കുറച്ചിട്ടുള്ളൂ. കുറച്ചിട്ടപ്പോഴത്തേക്ക് ഉടനെ പുള്ളി എന്ത് ചെയ്തേ, ഞാൻ ആ ഫേസ്ബുക്കിൽ ഇട്ട ഉടനെ തന്നെ പുള്ളിക്കാരൻ ഓടിക്കൊണ്ട് കേസ് കൊടുത്തു. അപ്പം ഞാനിവിടെ SIT കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോണം. അപ്പം ആരുടെ കേസിനാണ്? ബാലേന്ദ്ര മേനോൻ്റെ. അപ്പോൾ അത് പെട്ടെന്ന് FIR ഇട്ടു. കാരണം ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് സമയം കിട്ടിയപ്പോഴാണ് എൻ്റെ കേസൊക്കെ കാര്യം പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്താണല്ലോ ഷൂട്ടിംഗ് നടന്നതൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാനെല്ലാം പറയുന്നത്. ഇങ്ങനെ ഗീത് ഹോട്ടലിൽ ഇങ്ങനെ നടന്നു. ഗീത് ഹോട്ടലിലാണ് ഭീകരമായ സംഭവങ്ങൾ നടന്നത്. ഈ നടന്ന കാര്യം നടന്നത് തന്നെ അതിൻ്റെ ദൃക്സാക്ഷി ഞാനാണ്. ഞാൻ കണ്ട സത്യം, ഞാനത് മരിക്കുന്നോളം വരെ ഞാൻ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും. ഞാൻ ജനങ്ങളുടെ മുമ്പിലോട്ടാണ് വന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുകയല്ല ചെയ്തത്. എല്ലാവരെക്കുറിച്ചും ഞാൻ ജനങ്ങളുടെ മുമ്പിലോട്ടാണ് എൻ്റെ ഫേസ്ബുക്ക് വഴി ഞാൻ അറിയിച്ചത്. അത് ആരുടെ ബലം കാരണം? മുഖ്യമന്ത്രി തന്ന ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ബലത്താലാണ്. തന്നെയുമല്ല, നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരാനായി SIT എന്ന ഒരു ടീമിനെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരുടെയും കാര്യം പറയാണ്ട് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ട്? എനിക്ക് ക്യാഷിനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മീഡിയയിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവരുടെ എല്ലാവരുടെയും ഫോൺ നമ്പർ എനിക്കുണ്ട്. ഇവരെ എനിക്ക് വിളിച്ച് പറയാം, അതെ നിങ്ങൾ എന്നെ റെക്കോർഡിംഗ് കൂടെ ചെയ്യാം. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ പോകുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഇതാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് ചിന്തിച്ചിങ്ങനെ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ 2015 ഫിലിം ഫീൽഡ് വിട്ടതാണ്. അപ്പോൾ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ തീർച്ചയായിട്ടും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. ജനങ്ങൾ എന്താണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നടക്കുന്നത് അറിയണം. ജനങ്ങളും അതോറിറ്റിയും നിയമപാലകരും സർക്കാരും അറിയണം. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം നമ്മൾ ചെറിയൊരു ഇതിലൂടെ ഒരു സ്റ്റേഷൻ വഴി പോകുമ്പോൾ അത് ഏത് വഴി ആ കേസ് അങ്ങനെ പടപെടാന്ന് അതങ്ങ് അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾ ജനങ്ങളെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇവർക്ക് മാത്രമല്ല, നാളെ വേറൊരു ബാലേന്ദ്ര മേനോനോ വേറൊരു മുകേഷോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതോടെ നിൽക്കും. അയ്യോ,
നാളെ ഇത് വന്ന് നമുക്കതിലെ കേസ്. അപ്പോൾ നല്ലൊരു സമൂഹം എന്ന് മാത്രമേ എനിക്ക് ആ ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബാലചന്ദ്രൻ മേനോനെ കുറിച്ച് കേസ് എന്തുകൊണ്ട് ഞാനിങ്ങനെ വ്യക്തിഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ്, എനിക്ക് അദ്ദേഹത്തോട് മാത്രം ഒരു വൈരാഗ്യം. 15 വർഷം ഞാൻ മിണ്ടാതിരുന്നില്ലേ. ഇതുവരെ ആരോടും, ഒരു കുഞ്ഞുങ്ങളോട് പോലും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ബാലചന്ദ്രൻ മേനോൻ്റെ കാര്യം. മുഖ്യമന്ത്രി വന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദുരനുഭവം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ, ഏത് കൊമ്പനാണെന്ന് നോക്കില്ല, ഞങ്ങൾ അതിന് വേണ്ട നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് എല്ലാം കാര്യങ്ങളായിട്ടും വന്ന് പറഞ്ഞത്. ഈ 16 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അത് കൂടുതൽ സിനിമയിൽ പോയിട്ടുണ്ട്. പലയിടത്തും തന്നെ പറഞ്ഞു വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒരു അതിക്രമങ്ങൾ നടക്കാത്ത സിനിമകളാണ് ഈ 16 സിനിമ. ബാക്കിയെല്ലാം ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മേലെ എന്നെ തിരിച്ചുവിട്ടതാണ്. അപ്പം ഇത്രയും ആൾക്കാരിൽ എനിക്ക് പരിചയമുണ്ട്, എനിക്ക് എല്ലാ സീനിയേഴ്സിനെയും എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഇന്ന് വരെ ആരും എന്നോട് അങ്ങനെ ആരും വെച്ചാൽ ഈ പറഞ്ഞവരല്ലാണ്ട് വേറെ ആർക്കൊരു മോശമായിട്ട് എനിക്ക് കൊണ്ടായിട്ടില്ല. പക്ഷേ ഇവരിൽ ഏറ്റവും മോശമായിട്ട് തന്നെ ബിഹേവ് ചെയ്തും പെർവേർട്ടഡ്, വികൃതമായ, മെൻ്റലി ഒരു മാനസിക രോഗിയെ പോലെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നെയും പീഡിപ്പിച്ചു. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇയാളും ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ ശരിയല്ല, പക്ഷേ എന്നെ പീഡിപ്പിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് പറയുക, അത് SITയോട് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ജനങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് പുള്ളി പിത്രോം കളിച്ചത്. ഇപ്പം തന്നെ ഒരു കള്ളക്കേസ് കൊടുത്തു. ഏതോ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തെ വിളിച്ചു. അഡ്വക്കേറ്റ് സംഗീതം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാമല്ലോ. വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചത് ശരിയാണ്, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിന് അറിയാലോ ഭീഷണിപ്പെടുത്തിയ റെക്കോർഡിംഗ് ആയ പണി കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ആ ടൈമിൽ മിനുവിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. അന്നേരം എൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. അയാൾ വോളണ്ടറിലി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് വക്കാലത്ത് ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, എനിക്ക് വക്കീലിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇല്ല, മുകേഷിന് ജാമ്യം കിട്ടില്ല, ആ ജാമ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീസൊന്നും ഇല്ല കേട്ടോ, തരാൻ പറ്റില്ല. ചേച്ചിയോട് ആരാ ഫീസ് ചോദിച്ചത്? ചേച്ചി ഫീസൊന്നും വേണ്ട, എനിക്കൊന്ന് വക്കാലത്തും തരാമോ? അങ്ങനെ പുള്ളിക്കാരനോട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഇതെല്ലാം ശരിയാണല്ലേ. അപ്പോൾ ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ ബാലചന്ദ്രൻ മേനോൻ്റെ കാര്യം അപ്പം അവർ പറഞ്ഞേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്ത് കിട്ടിയ ചാൻസ് പോയിട്ട് ഇയാളെ വിളിച്ച് എന്താ കളിയാക്കുക എന്തൊക്കെ ചെയ്തതാണെനിക്ക് അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ കോൺസ്പിറസി ഗൂഢാലോചന ഞാനും അയാളുടെ ഒത്തു കളിച്ചിട്ട് വിളിച്ചതിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കതിലായിട്ട് ബന്ധമില്ല. ഇതിനകത്തൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി വിളിച്ചെങ്കിൽ പുള്ളിയാണ് വിളിക്കേണ്ടത് അല്ലേ. ഞാൻ പോസ്റ്റ് ചെയ്തെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിനകത്ത് നിങ്ങൾ ആ പോസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് എന്നെ അബ്യൂസ് ചെയ്ത കാര്യം പോലും ഞാൻ എഴുതിയിട്ടില്ല. എന്നാൽ ഞാൻ ജനങ്ങളോടാണ് ഞാൻ സത്യം പറഞ്ഞത്. ഇപ്പം പറയാം, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇരയെ അറസ്റ്റ് ചെയ്യുമോ? ഇതെവിടുത്തെ നിയമമാണ്? മുഖ്യമന്ത്രിയാണ് നമുക്ക് ധൈര്യം തന്നെ. ആ ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ വന്ന് സത്യം പറയുന്നു. അപ്പോൾ ആ സത്യം മൂടി വെക്കാനായിട്ട് സ്ത്രീ അബലയായതുകൊണ്ടാണോ? സ്ത്രീയുടെ വാക്കുകൾക്ക് പവർഫുള്ളാണ്. ഞങ്ങൾ അബലയാണ്, സമ്മതിച്ചു. ഞങ്ങൾ അമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, ഫ്രണ്ടാണ് എന്നും പറഞ്ഞാൽ അവൾ അബലയാണ്, സമ്മതിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇതുപോലെ കള്ള ന്യൂസ് ഇട്ട് അവളെ ഒതുക്കാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. നിങ്ങൾക്കും ഉണ്ട് മക്കൾ, പെൺമക്കൾ, പെങ്ങന്മാരുണ്ട്, അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരു സ്ത്രീ ഇങ്ങനെ ധൈര്യമായിട്ട് വന്ന് ഉറക്ക കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ എല്ലാ ചേട്ടന്മാരായിട്ടും ആങ്ങളമാരായിട്ടും അനിയന്മാരായിട്ടും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട വെറി പിടിച്ചവന്മാരെയൊക്കെ ഒതുക്കുക തന്നെ വേണം. കാരണം ഇനി ഇങ്ങനത്തെ ഒരു ആണുങ്ങൾ വരാൻ പാടില്ല, മുളയ്ക്കാൻ പാടില്ല. നമ്മുടെ പോലീസ് എൻഫോഴ്സ്മെൻ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സപ്പോർട്ടഡാണ്. നമുക്കൊന്നും കൊണ്ടും പറ്റില്ല. എന്ത് ക്രൈം നടന്നാലും എല്ലാവർക്കും തെറ്റായ ധാരണയുണ്ട്. അയ്യോ പോലീസുകാരോട് പറഞ്ഞാൽ അവർ മിസ്യൂസ് ചെയ്യും. അതൊക്കെ വെറുതെ നമ്മളെ മാതാപിതാക്കൾ കൈവിട്ടാലും പോലീസുകാരെ നമ്മളെ കൈവിടില്ല. അപ്പോൾ പറയുന്നത് ഈ ഒരു ബാലേന്ദ്ര മേനോൻ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ മിനുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അത് പറയാം. അതായത് ഞാൻ അവിടെ ചെല്ലുന്നു. ഏപ്രിൽ മാസത്തിൽ എന്നെ വിളിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചപ്പോൾ ഒരു സന്തോഷ് സാറാണ് സൈബർ സെല്ലിൻ്റെ CI. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്താണ് എൻ്റെ പേരിലുള്ള കേസ്? അല്ല മിനു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു പോസ്റ്റ് ഇട്ട് സത്യമാണ് സാറേ, സത്യമാണ്. പുള്ളിക്കാരൻ അതിൻ്റെ കേസും എടുത്തുന്നുണ്ട്. ഞാൻ ഈ ബാലചന്ദ്രൻ മേനോൻ്റെ ഇതുണ്ടോ, ബാലചന്ദ്രൻ മേനോൻ്റെ കേസ് 376 ബലാത്സംഗ കേസാണ്. ഇതിൻ്റെ വരെ കേസ് വരെ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരനെതിരെ. ഞാൻ പറഞ്ഞു സാറേ കേസ് വരെ ഇട്ടിട്ടുണ്ടോ? അപ്പോൾ സാറിന് മനസ്സിലായി സംഗതി കാര്യം. അപ്പോൾ സാറ് അത് പ്രൊസീഡ് ചെയ്തില്ല, ഞാനും കാര്യമായിട്ട് എടുത്തില്ല.
എന്നാൽ ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ഓഫീസേഴ്സിനെല്ലാം മാറ്റി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അവർക്ക് അനുകൂലമായ പോലീസുകാരാണോ വന്നത് എന്ന് എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവരാക്കിയതാണോ എനിക്കറിയില്ല. എന്നോട് അവർ എല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു, വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം സാർ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങളെ പറ, അതിവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് ഐ എന്താ ശ്യാംകുമാർ എന്ന് പറഞ്ഞ സാറാണ്. പിന്നെ ഒരു ലേഡി പോലീസുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു ക്രിമിനലിനെ കാണുന്നില്ല. അപ്പോൾ ഫോൺ എടുക്ക്. ഞാൻ പറഞ്ഞു ഫോൺ എന്തിനാ എൻ്റെ ഫോൺ? അല്ലല്ല ഫോൺ എടുക്കുക. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ എന്താ വിളിച്ചതെന്ന് പറയാം, എന്നെ എന്താ കാര്യം, ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ് ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞു പോസ്റ്റ് ഇട്ടു. മിനു ആണ്. ഏത് ഫോണിൽ നിന്നിട്ടെ? എൻ്റെ ഫോണിൽ നിന്ന്. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ? ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഫോൺ വിളിച്ചിട്ടുമില്ല. നിങ്ങൾ തമ്മിൽ ഗൂഢാലോചനയായിരുന്നോ? ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല സാറേ, അദ്ദേഹം എൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ എന്തോ പുള്ളിയുടെ അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇതും ചെയ്തു, ക്യാൻസലും ചെയ്തു. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അതിപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കെന്തോ നല്ലതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ അതിനുശേഷം എനിക്ക് അയാളെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ അയാളുടെ ഒരു ബന്ധവുമില്ല. ഈ വിളിച്ച ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറേ, പോസ്റ്റ് ഇട്ട ഞാൻ അത് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും. നമ്മൾ എന്തിനാണ് കസ്റ്റഡിയിലെടുക്കുന്നത്? ഞാൻ സമ്മതിച്ചല്ലോ, ഈ പോസ്റ്റ് ഇട്ടത് ഞാനാണ്, സമ്മതിക്കും. പിന്നെ എന്തിനാ ഫോൺ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ മതി ഈ ഫോൺ ഞങ്ങൾക്ക് വേണ്ടി വരും അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഓക്കെ. അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു. അവരെല്ലാം എൻ്റെ ഫോണിൽ നിന്നെല്ലാം റിട്രീവ് ചെയ്തെല്ലാം എടുത്തു. എന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും പിറ്റേ ദിവസം അപ്പോഴത്തേക്കും പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആർഗ്യൂ ചെയ്തു, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം, എന്താ തെറ്റാണ് ചെയ്തത്? ഞാൻ ഫോൺ വിളിച്ചോ? ഞാൻ ഭീഷണിപ്പെടുത്തിയോ? ഇല്ലല്ലോ. ഞാനിട്ട പോസ്റ്റ് ഫാക്ച്വൽ കണ്ടൻറ്റാണ്, എനിക്ക് അനുഭവം ഉണ്ടായതാണ്. അതിലേ പറയും. മറ്റുള്ളവർക്ക് എല്ലാവരും പറയും അയ്യോ വലിയ ഡയറക്ടറാണെന്ന് അവർക്ക് പറയാം. അവരെ അനുഭവിച്ചത് ഞാനാണ് ആ ഒരു ട്രാമയിൽ കൂടി കടന്നു പോയ ആൾ. അതുകൊണ്ട് സാറേ ഇത് ഫാക്ച്വൽ കണ്ടൻറ്റാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലാണോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോണേ? അല്ല അറസ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മീഡിയ എല്ലാം വിളിക്കും. ഞാനിപ്പോൾ തന്നെ DGPനെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിക്കും, എന്ത് ഗാനത്തിലാണ് എന്നെ അറിയണ്ടേ. അപ്പോൾ എന്തോ അങ്ങനെ പറഞ്ഞിട്ട് ഈ അറസ്റ്റ് അന്ന് അവിടെ ചെയ്തില്ല. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഞങ്ങളെന്ന് രേഖപ്പെടുത്തുന്നേ ഉള്ളൂ. ഞാൻ അന്ന് അതായാലും പറ്റത്തില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് അതങ്ങനെ അങ്ങ് ഇവിടെ ഒന്ന് ശരി റാഞ്ചി CA ഇല്ല, നാളെ CA വരുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ വരാം, ഞാൻ വരാം. പിറ്റേ ദിവസം ഞാൻ CAനെ അടുത്ത് കാണാൻ പോയി, ഈ ഏപ്രിൽ മാസത്തിൽ. അന്നേരം അദ്ദേഹം പറയാണ്, വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുക, മിനു പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു മിനു ഇട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ആദ്യം കേസ് കൊടുത്തത് ബാലചന്ദ്ര മേനോൻ കേസ് എടുത്തത് കൊണ്ട് സ്റ്റേറ്റിന് അയാളുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം മിനു അല്ല ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്താൽ SIT കൊടുത്തിട്ടില്ലല്ലോ. എന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇയാൾ കൊടുത്തതിന് ശേഷമാണ് ഞാൻ SIT കൊടുത്തത്. അതുകൊണ്ടാണ് അയാളിങ്ങനെ വ്യക്തിഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര പ്രഷറുണ്ട്, മിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മിനു ഒരു കാര്യം ചെയ്യും, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുക. അപ്പോൾ മിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറ്റത്തില്ല. അതേതോ അങ്ങനെ വളരെ പൊളൈറ്റായിട്ട് ഞാൻ പറഞ്ഞു സാർ ഇതെന്താ സാറേ ഇങ്ങനെയൊക്കെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാനൊക്കെ പറയുന്നത്, ഞാൻ അതുമാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ മിനു അയാളല്ലേ ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തേ, അതുകൊണ്ട് സ്റ്റേറ്റിന് വി ആർ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയാണ്, ന്യായം വെച്ച് നോക്കുമ്പോൾ നീതിയുടെ ആയം വെച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ ഞാൻ അതവരോട് കോപ്പറേറ്റ് ചെയ്തു. ഞാൻ ഇതിന് അപ്ലൈ ചെയ്തു, ജില്ലാ കോടതിയിൽ കൊടുത്തു, അവരത് നിഷേധിച്ചു. ഇത് നിഷേധിക്കാൻ മാത്രം എന്താ ഉണ്ടായിരിക്കുന്നത്? ഒരു പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ അവർ ഡിനേ ചെയ്തു. ഉടനെ ഹൈക്കോടതി കൊടുത്തു. കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ബെയിൽ കിട്ടിയപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വേണം കോപ്പി വെച്ചോ. ഇൻ്ററോഗേഷൻ, അതായത് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ആണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടോ, എങ്ങനെയുണ്ട്. പിന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ ഫോണൊക്കെ എടുത്ത് കസ്റ്റഡിയിൽ വെക്കണമെന്നൊന്നും നോട്ട് നെസസറി. കാരണം അവരിട്ട പോസ്റ്റ് ഇപ്പോഴും ഫേസ്ബുക്കിൽ ഉണ്ടായതുകൊണ്ട് അവരുടെ ഫോൺ പിടിക്കണം, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് എന്ത് ചെയ്യും, ഞാൻ ബെയിൽ കൊണ്ട് കാണാൻ വലിയ ബന്ധം കൊണ്ടോ അതൊന്നുമില്ല, മോനും മിനുവും പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 25-ാം തീയതി ജൂൺ 25-ാം തീയതി ഞാനും മോനും കൂടെ അവിടെ പോയി, സൈബർ സെല്ലിൽ പോലെ ഓഫീസിൽ പോയി. ഇവരെൻ്റെ ബെയിലൊന്നും കാണാൻ ഇവർ റെഡിയായില്ല. അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു, കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് സാറ് സമീർ ഖാൻ സാർ CA സാറ് വിളിച്ചു, ബെയിൽ ആദ്യത്തെ നിശ്ചയിച്ച് പിന്നെ ഹൈക്കോടതി ബില്ല് കിട്ടിയല്ലേ, എൻ്റെ ബെയിൽ ഓർഡർ പോലും വാങ്ങിച്ച് റീഡ് ചെയ്യാൻ അവർ ഇതില്ല. എന്നാൽ ശരി മിനു എന്നാൽ പൊക്കോന്ന് ഒന്ന് ഒപ്പിട്ടിട്ട് പോക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒപ്പിട്ടിട്ട് അതല്ലേ അതായല്ലോ, ഞാൻ അവിടെ ഒന്ന് ഒപ്പിട്ടു. അപ്പോൾ മോനെയും കൂടെ വിളിച്ചാളാൻ പറഞ്ഞു. അപ്പോൾ മോനും വന്ന് ഒപ്പിട്ടു, ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ പോരുകയും ചെയ്തു. അത്രയാണ് സംഭവിച്ചത്. അതാണ് ശരിക്കും സംഭവിച്ചത്. എന്നാൽ
അറസ്റ്റ് രേഖപ്പെടുത്തുന്നോ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ദൈവത്തിനാണ് സത്യം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്ക് ചെയ്യണമെങ്കിൽ ഒരു മീഡിയയെ വിളിക്കുകയല്ലേ, മീഡിയയെ വിളിച്ച് മീഡിയയുടെ മുമ്പ് വെച്ച് അല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ആ മിനുവിനെ അല്ലേ? എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല? അങ്ങനെ ചെയ്യുമ്പോൾ ഞാനും പ്രതികരിക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അപ്പം മീഡിയയും ചോദിക്കും യെസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനുവിനെ ചോദിക്കത്തില്ലേ? അപ്പോൾ മിനു നേരത്തെ ഈ ബാലേന്ദ്ര മേനോന്റെ കേസ് ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വർഷമായിരുന്നു, ഏതായിരുന്നു ആ സാഹചര്യം ഒന്നുകൂടി ഒന്ന് അതായത് 2007 ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ആണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത്. അതിനകത്ത് ചീഫ് സെക്രട്ടറിയുടെ റോളാണ് എനിക്ക്. അവിടെ ഒന്ന് ആദ്യമേ BTH ഹോട്ടലാണ് പുള്ളിക്കാരൻ വന്നു. അവിടെ ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് വരുമ്പോൾ പുള്ളി എന്നെ വിളിക്കുന്നു, അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ തന്നെ വരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആദ്യം കണ്ടല്ലേ, അപ്പോൾ പേടിയൊന്നും തോന്നിയൊന്നുമില്ല, വളരെ കൂളായിട്ട്. കാരണം ഞാൻ അബ്രോഡിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓടി അവിടെ ചെന്നു, പുള്ളിയുടെ റൂമിൽ അവിടെ ചെന്നു ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ, എന്തിനാ ഫോട്ടോഗ്രാഫർ, ഞാൻ പോരെ എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ചെറിയൊരു ക്യാമറ എന്തോ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് പിന്നെ പുള്ളി എൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ വയറെ പിടിക്കുകയും പൂക്കളെ ഇങ്ങനെ മാറ്റി വയ്ക്കുകയും ഇവിടെ ബ്രസ്റ്റേ തൊടുകയും ഒക്കെ ചെയ്താൽ പുള്ളി ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ചൂളി ഇങ്ങനെ, അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് പുള്ളി ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ പുള്ളി എന്നോട് വളരെ വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഉറപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ ഭർത്താവൊക്കെ ഉള്ളതല്ലേ, അതിന് ഇത്ര പേടിക്കാൻ എന്തായിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ സാർ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുടിക്കാൻ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഞാൻ ജ്യൂസ് പറയാം എന്നാണ്. പുള്ളി പെട്ടെന്ന് ഫോൺ ചെയ്യുന്നു, ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയാണ് മിനു ജ്യൂസ് വരുമ്പം വെയിറ്റർ കാണണ്ട എൻ്റെ റൂമിലൊരു പെണ്ണുള്ള കാര്യം, അതുകൊണ്ട് മിനു ബാത്റൂമിലോട്ട് കയറി നിൽക്കണം, വെയിറ്റർ കാണണ്ട. പിന്നെ ഈ ചെറുക്കന്മാരല്ലേ അവർ പുറത്തിറങ്ങിയ പിന്നെ അതും ഇതൊക്കെ പറയും, അത് മിനുവിനെയും ബാധിക്കും എന്നെയും ബാധിക്കും, അതുകൊണ്ട് മിനു അതിനകത്ത് കയറി നിന്നോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ കേൾക്കണമല്ലോ, പുള്ളിക്കാരൻ ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല, നമ്മൾ കയറി നിന്നു. വെയിറ്റർ ഒറ്റ ജ്യൂസ് ഓർഡർ ചെയ്തോളൂ, ജ്യൂസും കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പുള്ളിയെല്ലാം വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ എന്നാൽ ജ്യൂസ് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജ്യൂസ് കുടിച്ചു, ഒറ്റയടി കുടിച്ചു. പെട്ടെന്ന് തലക്കകത്തൊക്കെ ഒരു നമ്മൾ എന്ത് ജ്യൂസായാലും നമ്മൾ പെട്ടെന്ന് കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരും അല്ലേ. അപ്പോൾ അയ്യോ പെട്ടെന്ന് അത്ര സ്പീഡ് കുടിക്കണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുക്കാതെ നിർത്തിക്കാൻ ഞാനും കുടിച്ചത്. ഇതിന് ഇതൊക്കെ എൻ്റെ കൈയും കാലൊക്കെ കുഴയുന്ന പോലെ ഇരിക്കണമെന്നൊക്കെ തോന്നുന്നില്ല. നമ്മൾ സാറേ എന്തെന്ന് അറിയത്തില്ല, വയ്യാണ്ട പോലെ ഇന്നലെ ഉറങ്ങിയില്ലെന്നാണ് തോന്നുന്നത്, ഞാൻ കുറച്ച് ഇരിക്കട്ടെ തോന്നാൻ ഇരുന്നോടെ. എന്തു പറ്റി വയ്യേ? നമ്മൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, എനിക്കിങ്ങനെ നിന്നിട്ട് കയ്യും കാലൊക്കെ കഴക്കുന്ന പോലെ എന്ന് തോന്നുന്നു പറഞ്ഞു. എന്നാൽ കുറച്ച് നേരം കടന്നു. ഇപ്പോൾ ഞാനും താഴെ പോയിട്ട് വരാം, കുറച്ച് നേരം അവിടെ കടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ നല്ല ഉറക്കം വരുന്ന പോലെ നല്ലതായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ പുള്ളി എന്നെ പിടിച്ച് അവിടെ കടത്തി. ബാക്കിയുള്ള കാര്യം ഞാൻ SITയോടാണ് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് അവർ കേസ് എടുത്തിട്ടുണ്ട്. 376 അയാളുടെ പേരിൽ കേസുമുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ പേരിൽ കേസുണ്ടല്ലോ. ഇനി തിരുവനന്തപുരത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിംഗ് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വേറെ പെൺകുട്ടിയുടെ 3 പെൺകുട്ടി എല്ലാം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് കേസ് ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തെളിവില്ല. ഞാൻ പറഞ്ഞാൽ എന്താകും, ആ പിള്ളേരുടെ ജീവിതം കുട്ടിച്ചോറാവും. എനിക്കറിയാം ആരാണ് വരുന്ന 3 പെൺകുട്ടികളെ എനിക്കറിയാം. ഹോട്ടലിൽ വിളിച്ചിട്ട് ജ്യൂസ് തന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ മയക്കുമരുന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടുണ്ടായ ഒരു മയക്കമായിരുന്നു അത്? അതിനെക്കുറിച്ച് മയക്കുമരുന്നാണോ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്താണ് തിട്ടുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോഴാണെങ്കിലും നമ്മളൊരു ഉറക്ക ഗുളിക ചെറിയൊരു 2 ഗ്രാമോ 1 ഗ്രാമിലൊന്ന് കഴിച്ചു നോക്കി, നമ്മൾ ആകെ ഒരു വല്ലാണ്ടായി പോകത്തില്ലേ? നമ്മൾ ആരെങ്കിലും വന്ന് തൊട്ടാൽ പോലും നമ്മളറിയോ? എന്നാൽ അറിയാം നമ്മൾ തൊടുന്ന, പക്ഷെ നമ്മുടെ കണ്ണ് തുറക്കാനോ കയ്യോ കാലോ ഒന്നും പൊങ്ങത്തില്ല. പക്ഷേ ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു, സത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ തന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഇട്ട് തന്നെ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും. അല്ല, ഇപ്പോൾ ഷൂട്ടിന് മുൻപാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്, പിന്നീട് എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ഇദ്ദേഹത്തോടൊപ്പം സഹകരിക്കാം, ഇത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും അതുണ്ടായിരുന്നു? എനിക്ക് ഈ ആദ്യത്തെ ഇതുണ്ടായല്ലോ BTHൽ വെച്ച് ഇങ്ങനെ അതുണ്ടായപ്പോൾ തന്നെ ഞാൻ ഭയങ്കര വിഷമിച്ചു പോയി. അയ്യോ അയാളിങ്ങനെ ചെയ്തല്ലോ എന്നെ, ഭയങ്കര നമ്മുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ പാതി മയങ്ങി കിടക്കുമ്പോൾ നമുക്ക് ആർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുര്യനോട് പറഞ്ഞു, ഞാൻ അഭിനയിക്കുന്നില്ല കേട്ടോ, എനിക്ക് അഭിനയിക്കണ്ട, നമുക്ക് തിരിച്ച് ദുബായിലോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ എന്നാ പൊട്ടത്തരോട് ഈ പറയുന്നത്, ഇത്രയോ നല്ലൊരു വലിയൊരു ഡയറക്ടർ തന്നെ വിളിക്കുമ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്നോ, എന്ത് മണ്ടത്തരം പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയാം, ഫാമിലി എല്ലാം പറഞ്ഞു നീ അഭിനയിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇല്ലെന്ന് എനിക്ക് വേണ്ടേന്, എന്ത് പറ്റിയേ? ഞാൻ പറയാം അതല്ല ഞാൻ അഭിനയിക്കുന്നില്ല നീ എന്ന് പറഞ്ഞു. അതേ പെണ്ണേ അഭിനയിക്കാൻ പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ എല്ലാവരും അറിഞ്ഞു. പിന്നെ ഈ പത്രത്തിലൊക്കെ അങ്ങനെ ദേഹം കൊണ്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെ വന്നപ്പോൾ പറയും എന്തൊരു നാണക്കാട് ഇനി അഭിനയിക്കാൻ പോയില്ലെങ്കിൽ. അങ്ങനെയാണ് ഞാൻ അമ്മേനെ കൊണ്ടാണ് പിന്നെ ഞാൻ അഭിനയിക്കാൻ പോണത്. അങ്ങനത്തെ ഗീത്
ഗീത ഹോട്ടൽ. അപ്പോൾ ആ ഗീത ഹോട്ടൽ മൊത്തം റൂം ഇവരെടുത്തു എല്ലാവർക്കും വേണ്ടി. അവിടെ ഹീറോയിനും താമസിക്കുന്നുണ്ട്. അപ്പം ആരണ്ടൊക്കെ പറഞ്ഞ് കേസ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി. കേസ് എല്ലാം ക്യാൻസൽ, ഹേമ കമ്മിറ്റിയുടെ കേസ് അങ്ങ് മാറ്റിയല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ മലവെള്ളത്തിൻ്റെ കൂടെ ഇതുങ്ങൾ ചുമ്മാ കയറ്റി വിടുക, പുള്ളിയുടെയും പോയി എന്നുള്ള രീതിയിൽ. തിരുവനന്തപുരത്തെ കേസ് എനിക്ക് മജിസ്ട്രേറ്റ് എനിക്ക് നോട്ടീസ് അയച്ചു, മിനുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 7 ദിവസം തരാം, അതിനുള്ളിൽ ഞാൻ പോയില്ല, മനഃപൂർവ്വം പോയില്ല. കാരണം ആ 3 പെൺകുട്ടികളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടെ വേറൊരു സഹനടി ഉണ്ടല്ലോ, ആ സഹനടിയുടെ പേര് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വേറൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ, പക്ഷെ അവരെല്ലാവരും എനിക്കറിയാം. അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് മിനുവിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നില്ല, മറിച്ച് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നടിമാരോട് ഇദ്ദേഹം മോശമായി പെരുമാറുന്നത് കണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. കണ്ടു. അന്ന് ഈ ഒരുപക്ഷെ സ്വന്തം ഒരു കാര്യം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് പോലീസിനോട് പറഞ്ഞാൽ മതി എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ്. അത് പോലീസ്, അത് നമുക്ക് മീഡിയയിൽ അന്നെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടയേർഡും ഭയങ്കര ഇൻ്റർവ്യൂവും അതും ഇതും എല്ലാം എനിക്കിതങ്ങ് റിക്കലക്ട് ചെയ്തെടുക്കാനും ഭയങ്കര വിഷമം. അത് ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്. അന്ന് അവിടെ നടന്നത്, എന്നെ പീഡിപ്പിച്ചതിനേക്കാളും എനിക്ക് സങ്കടം വന്നത് ആ മൈനർ 3 ഗേൾസിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഞാൻ ഹെൽപ്ലെസ് ആയിപ്പോയി. കാരണം എനിക്ക് എന്താ ചെയ്യണ്ടേ? ഞാൻ അവിടെ പ്രതികരിച്ചാൽ ഒരു പക്ഷേ എന്നെ അപ്പം തട്ടുക്കളയും. ആ ഹോട്ടലിൽ തന്നെ എന്നെ കുഴിച്ചിട്ടുണ്ടാവും. എനിക്കവിടെ പ്രതികരിക്കാം, കാരണം അത്രത്തോളം. കാരണം ഇദ്ദേഹം ഈ 3 പെൺകുട്ടികളെ, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ 2 മക്കളാണ് സത്യം. ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്. എനിക്ക് നീതി എത്രത്തോളം കിട്ടുമെങ്കിൽ, എന്നാലും ഞാൻ സർക്കാരിനെ നീതിപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ കേസ് ഓൺ ഗോയിങ് ആണ്. തിരുവനന്തപുരത്ത്, അല്ല സോറി, ഇവിടെ എറണാകുളത്ത് കേസ് ഇതുവരെയൊന്നും. പിന്നെ ചാനലല്ലോ തീരുമാനിക്കേണ്ടത് കേസ് ഞങ്ങൾ വിട്ടുവെന്ന്, ചാനലല്ലല്ലോ, നീതി കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് വേണോ വേണ്ടോ എന്നൊക്കെ. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവം ഇപ്പോഴും ഞാൻ ജനങ്ങളോട് പറയാണ്. അന്ന് ആ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പം ഇദ്ദേഹം ഉത്തേജക മരുന്ന് ഈ 3 പെൺകുട്ടികളെ ഒരേ സമയത്ത് കാണാൻ വേണ്ടി ഉത്തേജക മരുന്ന് എടുത്തിട്ട് ഓവർ ഡോസ് ആയപ്പോൾ പുള്ളിക്കാരൻ പഠിച്ച് ഡേഞ്ചറിലായിപ്പോയി. ഈ ഒരു സമയത്താണ് എന്നെ വിളിക്കുന്നത്. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടികൾ വളരെ കിടന്ന കഷ്ടപ്പെടാൻ പറഞ്ഞില്ല, മാറി ഇദ്ദേഹം ആ ഒരു പൊസിഷനിലാണ്. ഇദ്ദേഹം ഒരു ഡേഞ്ചർ പൊസിഷനിൽ കിടക്കുക. ഇദ്ദേഹത്തിന് വയ്യാണ്ടായി ഓവർ ഡോസ് ആയതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ടുകഴിഞ്ഞത്തേക്കും അന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു പോയെന്നാണ്. ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയത്തേക്കും വന്ന ഈ പിള്ളേരെ കൊണ്ടുവന്ന ആളില്ലേ, അവൻ പെട്ടെന്ന് കുറ്റിയിട്ടു കഥേൻ്റെ. ചേച്ചി ഈ സാഹചര്യത്തിൽ പോലെ സാറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, ഞാനെന്താ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാളും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എന്നെ കയ്യെ പിടിച്ച് വലിച്ചു പുള്ളിക്കാരൻ. ഇനിയും എനിക്കിതിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു സംഭവം, എനിക്ക് അവിടെ വേദന, എൻ്റെ വേദനയെക്കാളും എനിക്ക് വേദന തോന്നുന്നത് ആ മക്കൾ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടാണ്. കാരണം എനിക്കൊരു പെൺകുട്ടിയുള്ള, അപ്പോൾ ആ മക്കൾ എന്തോരം കഷ്ടപ്പെട്ടു കാണും. കാരണം അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയൊരു സംഭവം, ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും സത്യമാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്, ഞാൻ അനുഭവിച്ചവളാണ്. ഈ സത്യം ഞാൻ മരണം വരെ പറയും. ഇനി ഈ സത്യം പറഞ്ഞവൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണോ? ചെയ്തു. ഞാൻ സത്യം പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയാൻ വരുന്നത്. സിനിമാ ഫീൽഡിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറമാണ് നടത്തുന്നത്. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് വിലമതിക്കാനാവാത്ത ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് വരെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങളും മറ്റൊരാളിൽ നിന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മിനു ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും. നിങ്ങൾ എൻ്റെ കമൻസ് നോക്കുക. ഇതിൽ എന്നാലും എന്തോ കുറേ പേരൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ, നിങ്ങൾ എൻ്റെ കമൻസ് എടുത്ത് നോക്കുക, ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട്. കാരണം സിനിമാ ഫീൽഡിലെ പരസ്യമായ രഹസ്യമാണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം ആരാ മോനെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പുറത്ത് പറയാൻ പേടി. ഞാൻ ഈ ബാലചന്ദ്ര മേനോൻ്റെ പേര് ഇട്ടപ്പോഴാണ് എനിക്ക് ലൈഫ് ത്രട്ടൻ വന്നത്. എൻ്റെ കഴുത്ത് വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ത്രട്ടൻ വന്നത്. പിന്നെയാണ് പോക്സോ കേസ് വന്നത്. പോക്സോ കേസ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കേസ് വന്നപ്പോൾ ഈ പോക്സോ കേസ് ഇതാക്കിയെടുക്കണം. ഇനി അത് പോട്ടെ, ജില്ലാ കോടതിയിൽ എനിക്ക് എന്താ ഡിനേ ചെയ്തെന്നറിയാമോ? ജാമ്യം. മിനുവിന് പോക്സോ കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴാണ് ഈ പോക്സോ കേസ് വന്നത്? ഈ ഹേമ കമ്മിറ്റി ഈ പ്രശ്നം വന്നപ്പോഴല്ലേ. ഇനി ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേരിൽ എങ്ങനെ എന്നെ നിഷേധിക്കുന്ന എൻ്റെ ജാമ്യം? ഞാൻ പോക്സോ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടോ? ഈ നിമിഷം പോലെ 1 വർഷമായി ഈ പോക്സോ കേസിൻ്റെ പേരിൽ എന്നെ ഒരു പോലീസോ തമിഴ്നാട് പോലീസോ കേരള പോലീസോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ഒരു പെണ്ണ് സത്യം തുറന്ന് പറയാൻ വരുമ്പോൾ അവളെ മാക്സിമം തളർത്താൻ നോക്കും.